അസ്സലാമു അലൈക്കും. ഇത് ഒരുപാട് വിളവെടുപ്പ് നടത്തി ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇഷ്ടംപോലെ പഴങ്ങൾ ഇതിൽ പറിക്കാൻ ഉണ്ട്. ഉറപ്പായിട്ടും ഞാനിതൊന്ന് നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. കാരണം ഇതിൽ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത ഒറിജിനൽ പേരക്കയാണ്. ഇത് കണ്ടോ, ഇത് കട്ട് ചെയ്യട്ടോ. നോക്കി, നല്ല പഴുത്ത കായാണ്. നല്ല കളറ് കണ്ടില്ല ഇതിൻ്റെ, നന്നായിട്ടുണ്ടാവും ഇത് കഴിക്കാൻ. കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്, വയറൊക്കെ നിറയും. ഇതൊന്ന് കഴിച്ചാൽ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറും. നല്ല മധുരമുള്ള പഴ. സത്യത്തിൽ ഇതുപോലൊരു മരം ഇവിടെ ഉള്ളതുകൊണ്ടേ ഭയങ്കര ഹാപ്പി കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കായ ഇതിൽ പറിച്ചെടുക്കാൻ പറ്റും, മിക്കവാറും ദിവസങ്ങളിലൊക്കെ. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിങ്ക് കളർ പേരക്കയുടെ അടുത്താണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇതാ നമ്മൾ ഇത്ര പേരൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നന്നായി പഴുത്തതും കുറച്ച് പഴുപ്പ് കുറവുള്ളതൊക്കെ പറിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ചിലർക്ക് ചെറുതായി പഴുത്തതാണ് ഇഷ്ടം. ഇനിയും ഒരുപാട് പറിക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കൈ എത്തുന്ന സ്ഥലത്തുനിന്ന് മാത്രം കുറച്ച് പറിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറിയിട്ടൊക്കെ പറിക്കും. പിന്നെ ഹൈറ്റിൽ കയറാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ കിളികൾ തിന്ന് പോലെ തന്നെയാണ്. ഇഷ്ടംപോലെ കായ്കളുള്ളത് കൊണ്ടേ മരത്തിൻ്റെ കൊമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ച് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. പിന്നെ താഴെയും ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, അതാ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ കൂടിക്കിടക്കും. ഞാനിപ്പോൾ കുറേ എടുത്ത് കളഞ്ഞതാണ് പുറത്തേക്ക്. പിന്നെ ടെറസിൽ ഡ്രമ്മിലൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇതിനിങ്ങനെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തിട്ട് ബുഷിയായിട്ട് നിർത്താം. അപ്പോൾ നമുക്ക് കയ്യിൽ പറിക്കാനും ഒരുപാട് ഹൈറ്റിൽ പോവില്ല, ഈസി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ തറയിൽ തന്നെ നട്ടതുകൊണ്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും കായ്. എല്ലാവർക്കും കഴിക്കാമല്ലോ, കിളികൾക്കും നമുക്കും. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് വെട്ടേണ്ടി വരും. എന്താ വെച്ചാൽ വീടിൻ്റെ അടുത്തായതുകൊണ്ട് വീടിന് ചെറിയൊരു തടസ്സമൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നടുമ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം കിച്ചൺ കമ്പോസ്റ്റോ കരിയിലെ കമ്പോസ്റ്റോ നമ്മുടെ കയ്യിലുള്ള വളങ്ങളെ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് നട്ട് കൊടുത്താൽ മതി. പിന്നെ അതങ്ങനെ വളർന്നു വന്നോളും. പിന്നെ ഒരുപാട് വലിയ മരക്കായ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഇഷ്ടംപോലെ കായകളൊക്കെ തരും. പിന്നെ ഡ്രമ്മിലൊക്കെ നടുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും വളങ്ങളൊക്കെ മുരടൊക്കെ തോണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഡ്രമ്മിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മാത്രമല്ലേ അവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇല്ലെങ്കിൽ തറയിലൊക്കെ നടുകയാണെങ്കിൽ നമ്മളൊരു വർഷത്തിലൊരു വട്ടമൊക്കെ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നട്ട ഉടനെ 1, 2, 3 വർഷമൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് അങ്ങനെ തന്നെ വന്നോളും, ഇഷ്ടംപോലെ കായ്കളൊക്കെ ഉണ്ടാവും. പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നടുമ്പോൾ ഇട്ട് കൊടുത്താൽ അതുപോലുള്ള വളങ്ങൾ തന്നെ ഇടയിൽ നമ്മളിടുമ്പോൾ പിന്നെ അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഡ്രമ്മിലൊക്കെ നടുമ്പോൾ കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം
ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എല്ലാ വീഡിയോയിലും ഇടയിലൊക്കെ പറയുന്നതല്ലേ ചെടികൾക്ക് ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കീടങ്ങളൊക്കെ അകന്ന് പോയിക്കോളും. പിന്നെ ഈ മിശ്രിതം ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് പൂക്കളും കായ്കളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മളെ പേരക്ക കൊണ്ട് ഞാൻ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുടിച്ച് നോക്കിയാൽ ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കുടിച്ച് തീർക്കും. കഴിക്കുകയാണെങ്കിൽ ഒരളവിന് കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് കേടായി പോണ മാതിരിയൊക്കെ തോന്നുകയാണെങ്കിൽ കഴിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ അവർക്ക് കുറച്ച് പാർസലൊക്കെ കൊടുത്തു വിടും. അങ്ങനെ ബാക്കിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഫ്രീസറിൽ കയറ്റി വെക്കും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും സീസണൊക്കെ കഴിയുമ്പോൾ എടുത്ത് ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും. ഇപ്പോൾ കടയിൽ നിന്ന് നമ്മൾ ഒന്നും ജ്യൂസിന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഇതുപോലുള്ള നമ്മുടെ വീട്ടിൽ ഫാഷൻ ഫ്രൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. പരമാവധി വേസ്റ്റാക്കാതെ നമ്മളിത് നോക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.